ഗുഡ് മോർണിംഗ് എവരും പ്രേസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് യേശുക്രിസ്തുവുമായിട്ട് ആം, ഒരു ബന്ധമില്ല എങ്കിൽ, പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധമില്ല എങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ അല്ല എങ്കിൽ, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പ്രോമിസ് ലാൻഡിൽ പോലും നമ്മൾ എത്തിപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇസ്രായേൽ മക്കൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈജിപ്തിൽ നിന്ന് വന്നത്, അല്ലെ? ദൈവം മോസസ് വഴി കൊണ്ടുവന്നത്. പക്ഷേ അവർക്ക് മിക്കവാറും ആൾക്കാർക്ക്, അല്ലെ, അന്നത്തെ ഉണ്ടായിരുന്ന ജനറേഷനിൽ, ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, അന്നത്തെ ഉണ്ടായിരുന്ന ജനറേഷനിൽ ആർക്കും തന്നെ, ഒന്നോ രണ്ടോ പേർക്കൊഴികെ ബാക്കി ആർക്കും തന്നെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പോ ദൈവത്തോട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ, അല്ലെ, അവര് ആ വിൽഡർനെസ്സിൽ വെച്ച് തന്നെ, ആ മരുഭൂമിയിൽ വെച്ച് തന്നെ തീർന്നു പോയി. അവരുടെ പ്രോമിസ് ലാൻഡ് ആയിട്ടുള്ള കനാനിലേക്ക് അവർ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: സമാഗമന കൂടാരത്തിന്, ടാബർനാക്കിളിന്റെ മുകളിൽ ആ ക്ലൗഡ് വരുമ്പോൾ, മേഘം വരുമ്പോൾ, അല്ലെ, ആ മേഘം മൂവ് ചെയ്യുമ്പോൾ അവർ മൂവ് ചെയ്യണം. ആ മേഘം അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ, മേഘം ചലിക്കാതെ നിൽക്കുമ്പോൾ, അല്ലെ, പിന്നെ മുമ്പോട്ട് പോകാതെ നിൽക്കുമ്പോൾ അവര് അവിടെ തന്നെ ക്യാമ്പ് ചെയ്യണം, അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ആ മേഘത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ്, മേഘം ചലിക്കുന്ന അനുസരിച്ചാണ്. മേഘം മുമ്പോട്ട് പോകുമ്പോൾ ഇസ്രായേൽ മക്കൾ മുമ്പോട്ട് പോകണം, മേഘം നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ക്യാമ്പ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ മേഘം വഴി ദൈവം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. രാത്രി സമയത്ത് പില്ലർ ഓഫ് ഫയർ ആയിട്ട്, അല്ലെ, പകൽ സമയത്ത് മേഘസ്തംഭം ആയിട്ടും, രാത്രി അഗ്നിസ്തംഭമായിട്ടും, മേഘമായിട്ട് പകൽ സമയത്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നു. മേഘം വഴി ദൈവം സംസാരിച്ചുകൊണ്ട്. എന്താണ് ആ മേഘം? അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവെ, സമയത്തായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ട് എന്നുള്ളതിന് നന്ദി പറയുന്നു. ഞങ്ങളെ നയിക്കാൻ പിതാവെ അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ. യേശുവെ നന്ദി പിതാവെ. വർഷിപ്പ് യു, പ്രൈസ് യു, മൈറ്റി ഫാദർ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. യേശുവിൻ നാം തന്നെ ആമേൻ. നമുക്കിന്ന് സംഖ്യാപുസ്തകത്തിലേക്ക് പോകാം. സംഖ്യാപുസ്തകത്തിന്റെ അതിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 15 തൊട്ട് 23 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. നമ്പേഴ്സിന്റെ 9ന്റെ 15 തൊട്ട് 23 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: തിരുനിവാസം നിവർത്തു നിർത്തിയ നാളിൽ മേഘം സാക്ഷി കൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും അതിനെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടു. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമിറക്കും. യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയമിറക്കുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോൾ ഒക്കെയും അവർ പാളയമടിച്ചു താമസിക്കും. മേഘം തിരുനിവാസത്തിൽ ഏറെനാൾ ഇരുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറെ നാളിരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയമിറക്കിയിരിക്കും. പിന്നെ യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടും. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും. ഉഷകാലത്തു മേഘം പൊങ്ങി എങ്കിൽ അവർ യാത്ര പുറപ്പെടും. ചിലപ്പോൾ പകലും രാവും ഇരിക്കും. പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും. യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയമിറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്തു. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു. അപ്പോ ഇവിടെ നമുക്കറിയാം, ദൈവം പറയുന്നത് പകൽ സമയത്ത് മേഘമായിട്ട്, അല്ലെ, പിന്നെ രാത്രി കാലത്ത് അഗ്നി പ്രകാശം പോലെ ദൈവം അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു, അല്ലെ. മനുഷ്യർക്ക് കൂട്ടായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം, മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം, അല്ലെ, മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ദൈവം, അതാണ് യഹോവ, അല്ലെ. മറ്റുള്ള ദൈവങ്ങളെ പോലെയല്ല, അല്ലെ. അവര് ദൈവങ്ങളായിട്ട് അവര് വലിയ ഹൈറ്റില് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ, നമ്മളുടെ ദൈവം, ജീവിക്കുന്ന ദൈവം മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് വരികയും മനുഷ്യരുടെ താമസിക്കുകയും ചെയ്തുകൊണ്ട്, അല്ലെ, മനുഷ്യരുടെ കൈയാൽ ഒരുപാട്
നിയോഗിക്കപ്പെട്ട ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മൾക്ക് വേണ്ടി അല്ലെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ട് ഇന്നും മനുഷ്യനായിട്ട് തന്നെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പിതാവിന്റെ വലഭാഗത്തിരിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു അല്ലെ നമ്മളുടെ ദൈവം. അപ്പൊ ദൈവം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ദൈവം ഇവരുടെ കൂടെ പകൽ സമയത്ത് മേഘം പോലെയും രാത്രി സമയത്ത് അഗ്നിപ്രകാശം പോലെയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ മേഘം മൂവ് ചെയ്യുമ്പോ ഇവര് മൂവ് ചെയ്യണം, മുമ്പോട്ട് പോകണം. മേഘം നിൽക്കുമ്പോ ഇവര് നിൽക്കണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. മേഘത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ മേഘത്തെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ഇവരുടെ മൂവ്മെന്റ് അല്ലെ. ഇവരെ ദൈവം കൊണ്ടുപോകുന്ന ഇവരുടെ പ്രോമിസ്ഡ് ആയിട്ട് ലാൻഡ് ആയിട്ടിരിക്കുന്ന അവരുടെ വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ കനാനിലേക്കുള്ള ഒരു യാത്രയിൽ ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യണം എന്നാണ് ദൈവം ഇവരെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ മേഘം മൂവ് ചെയ്യുമ്പോൾ ഇവർ മൂവ് ചെയ്യും. അപ്പൊ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരും. നമുക്കറിയാം അവർക്ക് ട്രംപറ്റ് അല്ലെ കാഹളം ഊതുന്നതിന് വേണ്ടിയൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ കാഹളം ഊതുന്നത് മേഘം മൂവ് ചെയ്തതിന് ശേഷമാണ് അല്ലെ. നിങ്ങൾ മുമ്പോട്ട് പോവുക എന്ന് അത് കാണിക്കുന്നതിന് അത് പറയുന്നതിന് വേണ്ടിയാണ് ആ കാഹളം ഊതുന്നത്. അപ്പൊ ആ മേഘം അത് ചലിക്കാൻ തുടങ്ങുമ്പോ അങ്ങനെയാണ് തിരുനിവാസത്തിന്റെ മുകളിൽ നിന്ന് ചലിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അവര് കാഹളം ഊതുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ കൂട്ടത്തിൽ വന്നത് ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ നിന്ന് വന്നവര് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നത്. അപ്പൊ അവരുടെ കൂടെ പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും വന്നത് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലര് ഇസ്രായേല് അതിലുള്ള ആൾക്കാര് ഈജിപ്തുമാരെ കല്യാണം കഴിച്ചിട്ട് വന്ന ആ ഒരു ഗ്രൂപ്പുകാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ഒരുപാട് ആളുകളുണ്ട് കൂടെ ഉണ്ടായിരുന്നവര് അല്ലെ. അപ്പൊ എല്ലാവരും തന്നെ മേഘത്തിന്റെ മൂവ്മെന്റ് നോക്കിയിരിക്കുവായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. നമുക്കറിയാം ഇവര് എന്താ മേഘത്തിന്റെ മൂവ്മെന്റ് നോക്കിയിരിക്കുവായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് അല്ലെ, ദൈവം ഞങ്ങൾക്ക് പ്രോമിസ് ആയിട്ട് ചെയ്തിരിക്കുന്ന കനാലിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവര് തീർച്ചയായിട്ടും മേഘത്തിന്റെ മൂവ്മെന്റ് നോക്കും. ദൈവം മേഘത്തിൽ കൂടെ തന്നെയല്ല ആ ക്യാമ്പില് മൂവ് ചെയ്തുകൊണ്ടിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല രീതിയിൽ പല സയൻസും വണ്ടേഴ്സുമായിട്ട് അല്ലെ. ഇവരെ മന്ന കൊടുക്കുന്നു, ഇവർക്ക് കാടപ്പശീനെ കൊടുക്കുന്നു അല്ലെ, ഇവർക്ക് റെഡ് സീ പാർട്ട് ചെയ്തിട്ട് എന്താ പറയുക അവർക്ക് സമുദ്രത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഡ്രൈ ആയിട്ട് ലാൻഡിൽ കൂടെ നടക്കാൻ പറ്റുന്നു അവർക്ക് അല്ലെ. പിന്നെ എന്താ പറയുക പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ ദൈവം ഇവരുടെ മുമ്പിൽ ചെയ്യുമ്പോ അത് ഇവർക്ക് കണ്ടിട്ടും കൂടെ അവർക്ക് മനസ്സിലാകാതെ അവര് മുറുമുറുക്കോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ, ഗ്രൂപ്പായിട്ട് ആൾക്കാർ അല്ലെ. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ മേഘം മൂവ് ചെയ്യുന്നുണ്ടോ മൂവ് ചെയ്യാതിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്താ പറഞ്ഞു ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് എന്താ പറയാ മോശത്തെ തീർച്ചയായിട്ടും നോക്കുന്നുണ്ടല്ലോ അല്ലെ. ആരനും കേളബും ജോഷുവും അങ്ങനെ കുറെ ആൾക്കാർ മാത്രം എന്താ പറയുക അതാ ഇതിന്റെ മേഘത്തിന്റെ മൂവ്മെന്റ് നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അതനുസരിച്ച് കാഹളം വരുമ്പോ ഈ ആൾക്കാര് കൂടെ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ അതിലൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തികളാണ് തോന്നുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ താല്പര്യമുള്ള വ്യക്തികളായിരുന്നെങ്കിൽ ഇവര് എന്താ പറയാ മുറുമുറുക്കാനും പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം ദൈവത്തോട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളോടും താല്പര്യമുള്ള വ്യക്തികളായിരുന്നെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകത്തില്ലായിരുന്നു. അവരെ കൊണ്ട് ദൈവം മടുത്തിരുന്നു അല്ലെ. 10 പ്രാവശ്യം ദൈവത്തെ ടെസ്റ്റ് ചെയ്തെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഇവര് എപ്പോഴും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് മരിച്ചാൽ മതിയാന്ന്, ഈജിപ്തിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണ് അവിടെ ഞങ്ങളെ കൊല്ലാതെ ഇങ്ങോട്ട് വന്ന് അവിടെ എന്താ പറയാ അവിടെ ശവക്കോട്ടൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. ഇവിടെ വാളിനാൽ ഞങ്ങൾ വീഴുന്നതിന് വേണ്ടി ആണ് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഭക്ഷണമില്ലാതിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ മാംസമില്ല ഞങ്ങൾക്ക് അല്ലെ, കുക്കുംബറില്ല ഞങ്ങൾക്ക്. അങ്ങനെ എപ്പോഴും എന്നും ഒരു കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. പക്ഷെ അങ്ങനെയല്ലെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അവര് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യുമായിരുന്നു അല്ലെ. എങ്ങനെയെങ്കിലും വേണ്ടില്ല, ഭക്ഷണം ഇല്ലെങ്കിലും വേണ്ടില്ല, ഉണ്ടെങ്കിലും വേണ്ടില്ല, എനിക്ക് എന്റെ ആ എന്താ പറയാ കനാൻ ദേശത്ത് എനിക്ക് പ്രോമിസ് ആയിട്ട് തന്നിരിക്കുന്ന കനാൻ ദേശത്ത് എങ്ങനെയെങ്കിലും ചെന്നെത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരിക്കുമായിരുന്നു.
ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ, ഇസ്രായേലിൽ നിന്ന് വരുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പിലെ ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പുകാര് എന്താ മോസസും കേലബും എന്താ പറയുക പിന്നെ ജോഷുവൊക്കെ അടങ്ങുന്ന കുറച്ചു പേര്, വളരെ കുറച്ചു പേര് അവർക്ക് എങ്ങനെയെങ്കിലും കനാലിൽ എത്തണമെന്ന് ആഗ്രഹമുള്ള, പ്രോമിസ്ഡ് ലാൻഡ് ആയിട്ടുള്ള വാഗ്ദത്ത ഭൂമിയെ കനാലിൽ എത്തണം അല്ലെ എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ, ദൈവം ചെയ്യുന്നതനുസരിച്ച്, ദൈവം പറയുന്ന അനുസരിച്ച് ദൈവവുമായിട്ട് ഒരു എന്താ പറയുക ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെ ആയിട്ട് അല്ലെ ദൈവത്തിന്റെ ഒപ്പമായിരിക്കണം താല്പര്യപ്പെടുന്ന, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാര്. പക്ഷെ അതോടൊപ്പം തന്നെ ഭൂരിഭാഗം ആൾക്കാരും വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ. കനാലിൽ എത്തിയാൽ കൊള്ളാം, എത്തിയില്ലേ കുഴപ്പമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും കനാലിലെത്തും അല്ലെ. ഞങ്ങളിപ്പോ കംപ്ലൈന്റ് ചെയ്തില്ലാലും കുഴപ്പമൊന്നുമില്ല, ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവരെല്ലാരും പോകുന്നുള്ളൂ, ഇവരെല്ലാവരും കൂട്ടത്തിൽ ഞങ്ങളും അങ്ങ് എത്തിപ്പെടും എന്ന തരത്തിൽ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ അല്ലെ. ഇവര് ഈ എന്നും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, ഇവര് ഫിസിക്കലി അവര് എപ്പോഴും എന്താ പറയണ ഫ്രീ ആയിരുന്നെങ്കിൽ പോലും, പക്ഷെ മെന്റലി ഇവര് ഫ്രീ ആയിരുന്നില്ല, സ്പിരിച്വലി ഇവര് ഫ്രീ ആയിരുന്നില്ല അല്ലെ. മെന്റലിയും ഫ്രീ ആയിരുന്നില്ല, സ്പിരിച്വലും ഫ്രീ ആയിരുന്നില്ല അവര് പിന്നെയും അവരുടെ ആ ഒരു അടിമത്തത്തെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പിന്നെയും തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം വന്നുകൊണ്ടിരുന്നത്. അവർക്ക് ഒരിക്കൽ പോലും ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല അല്ലെ. ജോഷുവയ്ക്ക് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, മോസസിന് ദൈവത്തോട് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, എന്താ പറയുക കേലബിന് ദൈവത്തോട് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, ആരിനുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കേലബിനെ പറ്റി ദൈവം പറഞ്ഞു ഒരു ഡിഫറെന്റ് സ്പിരിറ്റ് ഉണ്ടായിരുന്ന ആള് എന്നത് കേലബിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഫിസിക്കലി അവര് ഫ്രീ ആയിരുന്നെങ്കിൽ പോലും അവര് മെന്റലിയോ സ്പിരിച്വലിയോ ഫ്രീ ആയിരുന്നില്ല. ഫിസിക്കലി സ്പിരിച്വലി മെന്റലി എല്ലാം എന്താ പറയുക ഫിസിക്കലി മെന്റലി എല്ലാം ഫ്രീ ആയിരുന്ന ആൾക്കാര്, അവര് ഫ്രീഡം കിട്ടിയ ആ സ്ലേവറിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് വന്നിരുന്നത് കുറച്ചു പേര് മാത്രമുണ്ടായിരുന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് അവർ വന്ന ആൾക്കാർക്ക് ദൈവത്തെ വാഴ്ത്താൻ പറ്റി, ദൈവത്തിനൊപ്പമായിരിക്കാൻ പറ്റി, ദൈവത്തിനോട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ അവർക്ക് സാധിച്ചു അല്ലെ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദൈവം എന്താ പറയാ പാളയം ഇറക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മേഘം മൂവ് ചെയ്യുമ്പോൾ അല്ലെ, ഇവര് കൂടെ പോയി, എല്ലാവരുടെയും കൂടെ പോയി എന്നല്ലാതെ ഇവരിത് അതിനെപ്പറ്റി എല്ലാം നോക്കിയിരുന്ന് മേഘം മൂവ് ആവുന്നുണ്ടല്ലോ എന്ന് ഓർത്തിരുന്ന് അതെല്ലാം കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ട് അല്ല ഇന്റൻസിറ്റിയോടുകൂടി നോക്കിക്കൊണ്ട് ഇവർ മൂവ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അല്ലെ. കാരണം അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പുമായിട്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോ ഇനി നമുക്കറിയാം, നമുക്ക് ചോദിക്കാം, എന്താണ് ഈ മേഘം അല്ലെ, എന്തുകൊണ്ടാണ് ദൈവം ഈ മേഘം വഴി എന്താ പറയുക ഇങ്ങനെ മേഘം മൂവ് ചെയ്യുന്നതായിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ്, എന്താണ് ഈ മേഘം? നമ്മൾ പലപ്പോഴും നോക്കുമ്പോ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നോക്കുമ്പോ, പിന്നെ സംഖ്യാപുസ്തകത്തിലൊക്കെ നോക്കുമ്പോ ഈ മേഘം എപ്പോഴും ഉണ്ട് കൂടെ അല്ലെ. ഇസ്രായേൽ മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇവര് കനാലിൽ വന്നതിന് ശേഷം മേഘമുണ്ട് അല്ലെ. നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കനാലിൽ വന്നതിന് ശേഷം മേഘം ഉണ്ടെന്ന് പറയുമ്പോ, നമുക്കറിയാം സോളമൻ ടെമ്പിള് എന്താ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ദിനവൃത്താന്തത്തിലേക്ക് പോകുമ്പോ, രണ്ടാമത്തെ ക്രോണിക്കലിലേക്ക് പോകുമ്പോ അതിന്റെ 5-ാമത്തെ ചാപ്റ്ററിലെ 13-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സോളമൻ അല്ലെ ദൈവത്തിന് വേണ്ടി പണി കഴിപ്പിച്ച ആ ടെമ്പിള് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നു ഏകസ്വരത്തിൽ കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ മേഘം നിറഞ്ഞു അല്ലെ. ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുമ്പോ ദൈവത്തിന്റെ ആലയമായ മന്ദിരത്തിൽ മേഘം വന്ന് നിറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ പിന്നെ നമുക്കറിയാം, ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ടാബർനാക്കിളെല്ലാം കെട്ടിയതിന് ശേഷം, ടാബർനാക്കിളെല്ലാം ഫിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം, അത് ഉയർത്തിയതിന് ശേഷം മോസസ് ടാബർനാക്കിളെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ മേഘം വന്ന് സമാഗമന കൂടാരത്തെ മൂടുന്ന യഹോവയുടെ തേജസ് ദിവസത്തെ നിറയുന്നു അല്ലെ. അപ്പോ ഇവിടെ ദിനവൃത്താന്തത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കും. 14-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 5-ാമത്തെ ചാപ്റ്ററിന്റെ 14-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പൊ നേരത്തെ പറഞ്ഞു മേഘം വന്ന് നിറഞ്ഞു പറഞ്ഞു, മേഘം വന്ന് നിറഞ്ഞു, ഒപ്പം തന്നെ യഹോവയുടെ തേജസ്സും വന്ന് നിറയുക ചെയ്യുന്നത്. അതേപോലെ തന്നെ പുറപ്പാടിന്റെ 40 പോകുമ്പോഴും മോസസ് സമാഗമന കൂടാരം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുമ്പോഴും ഇതേപോലെ തന്നെ മേഘം വന്ന് നിറയുന്നു. മേഘം നിറഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ തേജസ് വന്ന് നിറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇനി 24ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, പുറപ്പാടിന്റെ 24ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിലേക്ക് കയറി വരാൻ പറയുന്നു അല്ലെ. അപ്പോൾ ദൈവം പറയുന്ന അനുസരിച്ച് മോശ പർവ്വതത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ പർവ്വതത്തെ മേഘം വന്ന് നിറയോ മൂടോ ചെയ്യുന്നു. 6 ദിവസം അത് അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. 6 ദിവസം അത് മൂടിയിരുന്നു. ആ 6 ദിവസവും ആ മേഘത്തിന്റെ ഉള്ളിലായിരുന്നു മോസസ് അല്ലെ. അപ്പൊ 7ാമത്തെ ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ ദൈവം വിളിക്കുന്നു അല്ലെ. അപ്പൊ അവിടെ മേഘമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഈ മേഘത്തെ പറ്റി സംസാരിക്കുന്നത്? ഇനി ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ആ മേഘത്തെ പറ്റി നമ്മൾ കാണുന്നുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന് 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അല്ലെ, യേശു ക്രിസ്തുവിന്റെ ട്രാൻസ്ഫിഗറേഷൻ, യേശു പ്രാർത്ഥിക്കാൻ പോകുമ്പോ മലയുടെ മുകളിലേക്ക് ജോണിനെയും ജെയിംസിനെയും എന്താ പറയുക പീറ്ററിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോസസും എലാജയും പ്രത്യക്ഷപ്പെടുന്ന ആ ഭാഗമുണ്ടല്ലോ, അവിടെയും ഒരു മേഘത്തിന്റെ അകത്തു നിന്നാണ് പിതാവ് സംസാരിക്കുന്നത്. ഇങ്ങനെ സമാഗമന കൂടാരത്തിന്റെ മുകളിൽ അല്ലെ, ദൈവത്തിന്റെ വാസത്തിന് മുകളിൽ അല്ലെ, തിരുനിവാസത്തിന് മുകളിൽ മേഘമുണ്ടായിരുന്നു. എന്താണ് മേഘം? എല്ലായിടത്തും ബൈബിളിലെ ദൈവം മേഘത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ആ മേഘം അല്ലെ? നമുക്ക് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 10ാമത്തെ ചാപ്റ്ററിലും ആ മേഘത്തെ പറ്റി തന്നെ മോസസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ മേഘത്തിന്റെ അടിയിൽ കൂടെ നടന്നു വന്നവരാണ് അല്ലെ. ഇങ്ങനെ പറഞ്ഞു 1ാമത്തെ വാക്കോട്ട് 5ാമത്തെ വാക്കോട്ട്, സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു മോശയോട് ചേർന്ന്. എല്ലാവരും ആത്മീയാഹാരം തിന്നും. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ച. ആ പാറ ക്രിസ്തു ആവുന്നു. എങ്കിലും അവർ മിക്കവാറും പേരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇസ്രായേൽ മക്കളെ പറ്റി പറഞ്ഞു. അപ്പൊ ഇവിടെ മേഘത്തെ പറ്റി പറയാം. എന്താണ് മേഘം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? ആ മേഘത്തിന് നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട പോലെ മോസസ് ടാബർനാക്കിളിനെ അല്ലെ, സമാഗമന കൂടാരത്തെ, ആ ദൈവത്തിന്റെ എന്താ പറയാ തിരുനിവാസം അല്ലെ, അത് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ മേഘം വന്ന് നിറയുന്നത്, മേഘം വന്ന് നിറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഗ്ലോറി വരുന്നു. പിന്നെ സോളമനും അതുപോലെ തന്നെ ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്ത് വരുമ്പോൾ മേഘം വന്ന് നിറയുന്ന ദൈവത്തിന്റെ ഗ്ലോറി വരുന്നു. അപ്പൊ ആ മേഘവും ദൈവത്തിന്റെ ഗ്ലോറിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ. ആ മേഘം എന്ന് പറയുന്നത് എന്താ? ഹോളി സ്പിരിറ്റ് ഗോഡാണ് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ നേരത്തെയും വായിച്ച കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച പോലെ ഇവരെല്ലാവരും മേഘത്തിന്റെ അടിയിലാണ്. മേഘം മൂവ് ചെയ്തപ്പോ ഇവരെല്ലാവരും ഒരുമിച്ച് പോയ വ്യക്തിയാണ്. പക്ഷെ അവരിലൊന്നും ദൈവം പ്രീതിപ്പെട്ടില്ല എന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ മാത്രമേ ദൈവം പ്രീതിപ്പെട്ടുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തോട് ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാർ, എല്ലാവരുടെ ഒപ്പത്തിനൊപ്പം വെറുതെ ഒന്ന് പോയി നടക്കുന്ന ആൾക്കാർ അല്ലെ, എല്ലാരും കൂട്ടത്തിൽ പോകുന്ന ആൾക്കാരോടല്ല ദൈവത്തിന് താല്പര്യം. ദൈവത്തോട് പ്രീതി കാണിച്ചോണ്ട്, ദൈവത്തോട് വിശ്വസ്തത കാണിച്ചോണ്ട്, ദൈവത്തോട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെ, ഒരു ബന്ധം, ആത്മീയമായിട്ടൊരു ബന്ധം അല്ലെ ഉള്ള വ്യക്തികൾ, അവരോട് മാത്രമാണ് ദൈവം ആ ഒരു പ്രീതി കാണിച്ച് അവരെ മാത്രമാണ് കനാനിലേക്ക് പ്രവേശിക്കാൻ ദൈവം സമ്മതിക്കുകയും ചെയ്തത്. ബാക്കി എല്ലാവരും മേഘത്തിന്റെ കീഴിൽ കൂടെ പോയി അല്ലെ, മേഘം മൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇവിടത്തെ കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു കാര്യം പറയട്ടെ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും വരാനിരിക്കുന്ന എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഷാഡോ ആയിരുന്നു അല്ലെ, വരാനിരിക്കുന്നതിന്റെ ഷാഡോ ആയിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിയുമ്പോ ഇവിടെ ഈ ഒരുപറ്റം ആൾക്കാരെ ദൈവം അവരുടെ എന്താ പറയാ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വരുന്നതായിട്ട് കാണിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വരുന്നത് കാണിക്കുമ്പോ അത് ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്ന ഈ കാര്യത്തെപ്പറ്റി ദൈവം കാണിച്ചിരുന്നു. ഇവിടെ ഫിസിക്കലി നടന്ന കാര്യമാണെങ്കിൽ സ്പിരിച്വലി നടക്കാൻ പോകുന്ന ഒരു സ്ലേവറിൽ നിന്നുള്ള ഒരു വിടുതൽ, അതിനെപ്പറ്റി ദൈവം കാണിക്കുന്നത്. ഏതാണത്? നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികളെയും ദൈവം നമ്മളായിരുന്ന അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെയും മരണത്തിന്റെയും പിശാചിന്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് അല്ലെ, ഇങ്ങനെ ഇവര് കൂട്ടത്തോടെ അവരുടെ പ്രോമിസ് ലാൻഡിലേക്ക് പോയപ്പോൾ നമ്മളും കൂട്ടത്തോടെ അല്ലെ പ്രോമിസ് ലാൻഡിലേക്ക്, നമ്മൾ കൂട്ടത്തോടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ച് അല്ലെ,
ഗ്ലോബൽ ആയിട്ടുള്ള ചർച്ച, ഇൻഡിവിജ്വൽ ചർച്ച, നമ്മൾ കൂട്ടത്തോടെ നമ്മുടെ പ്രോമിസ് ലാൻഡിൽ നമ്മളെ വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള യേശു ക്രിസ്തുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവാണ് വാഗ്ദത്ത ഭൂമി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ ടെസ്റ്റ്മെന്റില്, ഓൾഡ് ടെസ്റ്റ്മെന്റില് സ്ഥലമായിരുന്നു പ്രോമിസ് ലാൻഡ്, സ്ഥലമായിരുന്നു വാഗ്ദത്ത ഭൂമിയെങ്കില് ഇന്ന് നമ്മൾക്ക് വിശ്വാസികൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് നമ്മുടെ വാഗ്ദത്ത ഭൂമി അല്ലെ. അവനൊരു സ്ഥലമാണ്, അവനൊരു പേഴ്സൺ ആണ്. നമ്മള് എന്താ പറയുക, കൊളോസ്യർ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്നതാണ് എല്ലാം യേശുവിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അല്ലെ. അപ്പൊ നമ്മളുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞാല് യേശു ക്രിസ്തുവാണ്. അപ്പൊ നേരത്തെ മേഘം പോലെ ദൈവം ഇസ്രായേൽ മക്കളെ കനാലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് പോലെ നമ്മളോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, റോമക്കത്ത് ലേഖനത്തിന്റെ 8-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ അല്ലെ ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന ഒരു ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ മാത്രമേ ദൈവത്തിന്റെ രാജ്യത്ത് എന്താ പറയുക എത്തിപ്പെടുത്തുള്ളൂ. യേശു ക്രിസ്തു അയക്കുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ അവർക്ക് പിന്നെ ഒരു കണ്ടംനേഷൻ ഇല്ലാതിരിക്കുന്നുള്ളൂ അല്ലെ. അവർക്കൊരു ജഡ്ജ്മെന്റിന്റെ അടിയിൽ വരാതിരിക്കുന്നത്, അവർക്ക് അതിനൊരു പാത്രമായി തീരാതിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ. അപ്പൊ അന്ന് ആ ക്ലൗഡ് പോലെ, അന്ന് മേഘം പോലെ ദൈവം അവരെ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയത് ദൈവം കാണിച്ചൊരു സിമ്പിൾ ആണല്ലേ. ഞാൻ എന്റെ ചർച്ചിനെ, ഞാൻ എന്റെ വിശ്വാസികൾ, എന്റെ മക്കളെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നു ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ടവരായിട്ട് അല്ലെ. അപ്പോ ഈ നേരത്തെ ഞാൻ പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാര് മേഘം മൂവ് ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരെല്ലാം പാത്രങ്ങളെല്ലാം പെറുക്കി കെട്ടി, കൂടാരം എല്ലാം പെറുക്കി കെട്ടി അല്ലെ, അവര് മുമ്പിലേക്ക് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എന്റെ കൂടാരെല്ലാം പെറുക്കി കെട്ടി ഞാനും പുറകെ പോവാ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോയ കുറെ ആൾക്കാര് അല്ലെ. അവര് എല്ലാരും പോയി, പക്ഷെ അവിടെ ഒരു ബന്ധവുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ആകരുത് നമ്മൾ അല്ലെ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, എന്റെ ചർച്ചിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആ ചർച്ചിന്റെ ഒപ്പത്തിൽ നിന്നുകൊണ്ട് ആ ചർച്ച നടക്കുന്ന ഫംഗ്ഷനിലും എന്താ പറയുന്നത് ഓരോ കാര്യത്തിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സെമിനാറുകൾ വരുന്നു, സിമ്പോസിയങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് ദൈവത്തോട് ഒരു ബന്ധം, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും ഇല്ല, പക്ഷെ അത് വലിയ കാര്യമുള്ള കാര്യമാണ് അല്ലെ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ആൾക്കാര് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കത്തില്ല. കേലബിനെ പോലെ ഒരു ഡിഫറെന്റ് ആയിട്ട് സ്പിരിറ്റ് ആയിട്ടുള്ളവരും അല്ലെ, മോസസിനെ പോലെ മനസ്സ് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ വാഗ്ദത്ത ഭൂമി ആയിട്ടുള്ള യേശു ക്രിസ്തുവിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഇവർക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നെയും ഇസ്രായേൽ മക്കൾ പിന്നെ അവർ ആ അടിമത്തത്തിൽ തന്നെയായിരുന്നു അല്ലെ. അവരുടെ മനസ്സ് പിന്നെ അടിമത്തത്തിലായിരുന്നു. ഫിസിക്കലി അവർ ഫ്രീ ആയിരുന്നാലും പിന്നെ മനസ്സ് അടിമത്തത്തിലായിരുന്നു. പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, റോമക്കത്ത് ലേഖനത്തിൽ 12-ാമത്തെ ചാപ്റ്ററിൽ 1-2 വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം. എങ്ങനെയാണ്? നിങ്ങളുടെ മനസ്സിനെ റിന്യൂ ചെയ്തുകൊണ്ട്, മനസ്സിനെ പുതുക്കിക്കൊണ്ട് നിങ്ങൾ രൂപാന്തരം പ്രാപിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ അടിമത്തത്തിലേക്ക് പോകാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെ നമ്മുടെ മനസ്സ് അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം കാണിക്കുന്നത് വെറുതെ ഒരു കാര്യം ദൈവം കാണിക്കുമല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും വെറുതെ അല്ല, വരാനിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ്. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് നടന്നവര് കനാലിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കനാനായിട്ടും നമ്മുടെ വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള യേശുവിലേക്ക് നമ്മൾ നടന്ന് ഓരോ ദിവസം നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ എല്ലാവരുടെയും കൂട്ടത്തിൽ ആ ഒരു ഓളത്തിന് എല്ലാവരും മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ട്രംപറ്റിന്റെ സൗണ്ട് കേട്ടു വന്നാ പിന്നെ അവരുടെ എല്ലാം കൂടെ അങ്ങ് കൂടി പോകാം എന്ന് വെക്കാതെ അല്ലെ, കേലബിനെ പോലെ, ജോഷുവിനെ പോലെ അല്ലെ, ആരിനെ പോലെ, മോസസിനെ പോലെ ദൈവമായിട്ട് ബന്ധമുള്ള വ്യക്തികളാകാൻ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അവിടെ ചെന്നെത്തണമെന്നില്ല അല്ലെ, നിർബന്ധമില്ല. കേലബിനെയും ജോഷുവിനെയും ദൈവം അല്ലെ അവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോയി. ആരും മരിച്ചുപോയി, ആരും പാപം ചെയ്തിരുന്നു അല്ലെ. മോസസും അതുപോലെ തന്നെ കനാലിൽ എത്തിപ്പെട്ടില്ല, പക്ഷേ കേലബും ജോഷും എത്തിപ്പെട്ടു. നമുക്കും അങ്ങനെ എത്തിപ്പെടുന്ന വ്യക്തികളാകാം അല്ലെ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞു. അപ്പൊ ഇത് കാണിക്കുന്നത് ഈ തിരുനിവാസവും അതിന്റെ ടോപ്പിലുള്ള ആ മേഘം മൂവ് ചെയ്യുന്നു ഒക്കെ കാണിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിനെയും ചർച്ചിനെയും ഒക്കെ കാണിക്കുന്നത് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ചർച്ചിനെ നയിക്കുന്നതിനെ പറ്റിയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സമയത്ത് നന്ദി പിതാവ്. കർത്താവ് ലോഡ് ഫാദർ, എന്നും അങ്ങേയായിട്ട് ഒരു ബന്ധത്തിലായിരിക്കും ഞങ്ങൾക്ക് കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. ബന്ധം ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ജീവിച്ചു കൂട്ടാതെ കർത്താവ്, അങ്ങേയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു തരത്തിലുള്ള ജീവിതം ജീവിച്ചു കൂട്ടാതെ കർത്താവ്, എന്നും അങ്ങേയായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിലായിരിക്കാനുള്ള കൃപ തരണേ കർത്താവ്. ഓ താങ്ക് യു ജീസസ് മാസ്റ്റർ.
ഞങ്ങൾ ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾ നയിക്കുന്ന അനുസരിച്ച് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഓരോ മൂവ്മെന്റും കർത്താവ് ഞങ്ങൾക്ക് വളരെയധികം സെൻസിറ്റീവായിട്ട് തന്നെ മനസ്സിലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ജീസസ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ മൂവ്മെന്റ് അവർക്ക് വളരെയധികം സെൻസിറ്റീവായിട്ട് അനുഭവപ്പെടുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ.